എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് മായമ്മ, അവൾ ഇതിൻ്റെ മുൻപുള്ള വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഡച്ച് പാലസിൽ പോകുന്ന എറണാകുളത്തു നിന്നൊരു ഹോസ്റ്റലിൽ നിന്ന് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മായമ്മേനെ അതിൽ എനിക്ക് അറിയുന്നുണ്ടായിരിക്കും, കണ്ടവർക്കൊക്കെ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ മായമ്മ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് മാസമായി ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാക്കയുടെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ, സോറി, കാരണം ഞാൻ പുറത്തിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഇങ്ങോട്ട് ഇട്ടോ. അങ്ങനെ വന്നിരിക്കുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിച്ച് ചിലപ്പോൾ വൈകുന്നേരം വരെ സംസാരിച്ചിരിക്കും. അങ്ങനെ വീഡിയോയുടെ കാര്യമൊക്കെ നമ്മൾ മറന്നുപോയി കേട്ടോ. പിന്നെ മെല്ലെ നമ്മളൊന്ന് പാടത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ കായൽപ്പാടാണല്ലോ. അപ്പോൾ നമ്മൾ മെല്ലെ പോന്നു. ഇനിയും കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ നല്ല വെയിലാവും. ഇപ്പോൾ ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ മെല്ലെ പാടത്തേക്ക് വന്നിട്ട് കുറച്ച് വീഡിയോസും റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നു. പാടത്ത് നല്ലൊരു വൈബായിരുന്നു കേട്ടോ. കാരണം നിറയെ വെള്ള അമ്പൽപ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വീഡിയോയിൽ അത് എത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം ഇനി വെള്ളം വറ്റിക്കുന്ന സമയമാണ്, നെൽകൃഷിക്ക് സമയമായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ നിരപ്പൊക്കെ ഇങ്ങനെ താഴ്ന്നിട്ടാണ് കേട്ടോ കിടക്കണത്. അങ്ങനെ പാടത്ത് നിന്ന് വീഡിയോസ് റീൽസൊക്കെ എടുക്കുമ്പോഴാണ് സൊമാറ്റോയിൽ നിന്നും നമ്മുടെ ഡെലിവറി ബോയുടെ കോൾ വരുന്നത്. നിങ്ങളെവിടെ? ഞാൻ വീട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷെടപെടാ വേഗം വീട്ടിലേക്ക് കയറി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് വന്നിരിക്കുന്നു. ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണ് കേട്ടോ. അതിലേക്ക് കച്ചമ്പറുണ്ട്, നാരങ്ങച്ചാറുണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒട്ടും നന്നായിരുന്നില്ല, പാളിപ്പോയി ഗൈസ്. ഒട്ടും ടേസ്റ്റ് ഇല്ല. എന്തോന്ന് പറയാം, ബിരിയാണി റൈസിനൊരു ഫ്ലേവർ പോലും ഇല്ല ബിരിയാണിയുടെ. അതിലൊരു ചിക്കൻ്റെ വറുത്ത കഷ്ണം അവരിട്ട് തന്നിട്ട് മിക്സ് ചെയ്ത് തന്നു മാത്രം. റെസ്റ്റോറൻറ്റിൻ്റെ നെയിമൊന്നും ഞാൻ പറയണില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നേരെ നമ്മൾ ഫസ്റ്റ് പോണത് കോളേജിലേക്കാണ്. നമ്മളെ കോളേജിൻ്റെ നെയിം KMCT ലോ കോളേജാണ് കേട്ടോ. കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറത്തല്ല, മൂടാലാണ്. കുറ്റിപ്പുറത്തുനിന്ന് വളാഞ്ചേരി റൂട്ടിൽ പോകണം. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറത്തുനിന്ന് ഓട്ടോറിക്ഷയിൽ പോവുകയാണ്. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ രണ്ടാളും കൂടെ നമ്മുടെ നൊസ്റ്റാൾജിയായ വർക്കാണ് ഗൈസ്. നമ്മൾ കോളേജ് ബസ്സിൽ പോയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കോമഡികളും, നമുക്ക് കോളേജ് ബസ്സിലൊരു ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു. പിന്നെ നമ്മൾ കോളേജിൽ പോയി അവിടെ നിന്ന് വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞു തിരിച്ച് നമ്മൾ എടപ്പാളിലെത്തിയിട്ട് നമ്മൾ നേരെ ഫോറം മാളിലേക്കാണ് വന്നത്. ഫോറം മാളിൽ വന്നിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് 1-2 സാധനങ്ങൾ മേടിച്ചു. പിന്നെ ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മസാല ദോശ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു ഫ്രൂട്ട് യോഗട്ട് കഴിച്ചു കേട്ടോ. ഫ്രൂട്ട് യോഗട്ട് മാംഗോ ഫ്ലേവറാണ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ ആ ഒരു ഫ്രൂട്ട് യോഗട്ട് കഴിച്ചിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് വർത്താനം പറയണം കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ സംസാരിച്ചിരുന്നാൽ ഞങ്ങൾ വേണമെങ്കിൽ വൈകുന്നേരം വരെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു രസം വേറെയാണ്. നമ്മൾ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മളെപ്പോഴും നമ്മളാണെന്ന് പറയില്ലേ, അതായത് നമ്മൾ നമ്മളെ തന്നെ മറന്നു പോവും. എന്തൊക്കെ പൊട്ടത്തരങ്ങൾ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു KMCT ഉണ്ടായിരുന്നത്. നമുക്ക് അപ്പം തന്നെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയാൽ മതിയിരുന്നു എന്നൊക്കെയാണ് ഞങ്ങൾ പറയണത് കേട്ടോ.
അങ്ങനെ നമ്മുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മസാലദോശ വന്നെത്തിയിരിക്കുകയാണ്. അങ്ങനെ മായ അതിൻ്റെ സാമ്പാറും ചട്നിയും ചമ്മന്തിയൊക്കെ മേടിച്ചിട്ട് വരികയാണ്. അതിൻ്റെ പിന്നാലെ ഞാൻ ദോശയുമായിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് മസാലദോശ എന്ന് ചോദിച്ചാൽ അടിപൊളിയായിരുന്നു. നല്ല ഓഫർ ഉള്ളതുകൊണ്ട് നല്ല റേറ്റ് കുറവിൽ നമുക്ക് കിട്ടി. പൊട്ടാറ്റോ ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.